എൻ്റെ പേര് CB നായർ എന്നാണ്. ഞാൻ ഇവിടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെ അവിടുന്ന് പറവൂര് പോകുന്ന വഴിക്ക് ശ്രീനാരായണ ഗുരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അതിനടുത്താണ് നമ്മളുടെ വീടും കെന്നലുമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2-3 ബ്രീഡുകൾ ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് കെയിൻ കോർസോ, പിന്നെ ആംസ്റ്റാഫ്, ഈ ബുൾമാസ്റ്റീഫ് ഇങ്ങനെയുള്ളതൊക്കെയാണ്. ബുൾമാസ്റ്റീഫ് നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒരു ഇതിൽ തുടങ്ങിയതാണ്. ഇപ്പം നമ്മൾ അത് പഞ്ചാബിൽ നിന്ന് എടുത്താണ് അതിനെ, ഫീമെയിലിനെ. ഈ മെയില് ഡൽഹിയിലൊരു മെയിലിൻ്റെ കുഞ്ഞാണ്. ഇത് നമ്മളുടെ വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു സിസ്റ്ററുണ്ട്, അവരുടെ ബ്രീഡിങ്ങിൽ വരുന്ന ഒരു ഇതാണ്. അവർ ഈ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് മേറ്റ് ചെയ്ത് കൊണ്ടുവരണതാണ്. അങ്ങനെ അത് ഡൽഹിയിൽ അവരുടെ അടുത്ത് കൊണ്ടുപോയി മേറ്റ് ചെയ്ത് വന്നതിൽ നല്ലൊരു പപ്പി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്താണ്. ഇവിടെ എറണാകുളത്ത് അധികം ഇല്ല ഇത്. ഇപ്പോൾ നേരത്തെ നല്ലോണം ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ അധികം ഇല്ല. അപ്പോൾ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട്. മുൻപ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഒരു 10 കൊല്ലങ്ങൾക്ക് മുൻപ് മാസ്റ്റിഫ് നന്നായി ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നതാണ്. ഇപ്പോൾ പൊതുവേ അത് ഡിമാൻഡ് കുറഞ്ഞ കാരണം അങ്ങനെ നിർത്തി. ഇപ്പോൾ എറണാകുളത്ത് അധികം ഇല്ല അത്. ഇതിൽ കളർ വന്നിട്ട് 2 കളറാണ് നമ്മൾ മെയിനായിട്ട് കാണാറുള്ളത്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു 2 കളറുണ്ട്, അതായത് ഒരു ലൈറ്റ് കളറും ഡാർക്കും ആയിട്ടുള്ളത്. പിന്നെ ഇവരുടെ തന്നെ ബ്രിണ്ടിലുണ്ട്. അങ്ങനെ ഒരു 2 കളറാണ് നമ്മളുടെ ഇതിൽ കണ്ടിട്ടുള്ളൂ. ഭക്ഷണ രീതി, ഭക്ഷണ പ്രിയരാണ് ഇവർ. പൊതുവേ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും. എന്നാലും വലിയ ഭക്ഷണങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ സാധാരണ ഒരു ജർമ്മൻ ഷെപ്പേർഡും ലാബൊക്കെ കഴിക്കുന്ന ഫുഡൊക്കെ മതി ഇവർക്ക്. ഞാനിവിടെ എനിക്ക് ഒരു കീമയുടെ പരിപാടിയുണ്ട്, ഇവരുടെ തന്നെ ഫുഡായിട്ടുള്ളത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീമ സുലഭമായിട്ട് നമ്മളതിലുണ്ട്. അപ്പോൾ അത് കാരണം അത് കീമ വിത്ത് റൈസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ മറ്റേ മീറ്റ് കൂടുതൽ കൊടുക്കണ കാരണം ഇതുവരെ അങ്ങനെ നമ്മൾക്ക് ഈ മൾട്ടി വിറ്റാമിൻ അങ്ങനത്തെ സാധനങ്ങളുടെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. പിന്നെ എല്ലാ വർഷവും നമ്മൾ പ്രോപ്പറായിട്ട് ഇതിന് വാക്സിനേറ്റ് ചെയ്യും. അതുണ്ടെങ്കിൽ തന്നെ പിന്നെ കുറേ അസുഖങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇവിടെയുള്ള ബ്രീഡുകൾക്കൊക്കെ കറക്റ്റ് ആ ഒരു 12 മാസം 11 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്സിനേഷൻ ചെയ്യും. പിന്നെ നമ്മൾ ഇവിടുന്ന് പപ്പീനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും വാക്സിനേഷനൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കാറുള്ളൂ. നമ്മൾ ഇപ്പം നല്ലൊരു ബ്രീഡാണ്, നല്ലൊരു ലൈനേജ് ഉള്ള ഒരു സാധനമൊക്കെയാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വെയിറ്റൊക്കെ ഉള്ള ഒരു ബ്രീഡാണത്. ഒരു 45 തുടങ്ങി 60 എബോ വരെ ഒക്കെ വരാറുണ്ട്. പിന്നെ ഇവരൊക്കെ ഈ സൈലൻറ്റ് ഡോഗുകളാണ്. ഇപ്പോൾ ഈ കെയിൻ കോഴ്സോ ആയാലും ഇതായാലും ഈ മറ്റുള്ള ബ്രീഡുമാർ ഈ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ കുരച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെയൊന്നുമില്ല. ഈ സ്ട്രേഞ്ചേഴ്സ് വരുമ്പോൾ കുരയ്ക്കും, നമ്മൾ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിർത്തും. അങ്ങനെയൊക്കെയാണ്. കുളിപ്പിക്കുന്നത് മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ ആയിട്ടേ കുളിപ്പിക്കാറുള്ളൂ. ഇവർക്ക് അതിൻ്റെ ഇപ്പം നമ്മളുടെ അവിടെ ഇപ്പം മറ്റുള്ള അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഒക്കെ തണുപ്പ് കുറച്ച് കൂടുതൽ കിട്ടുന്ന മാതിരിയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇവരുടെ കേജൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങുന്നത്. അത് കാരണം ഇവർക്കിപ്പോൾ ആ ഒരു ചൂടും മറ്റുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. നല്ല ഒരു കെന്നൽ ചൂസ് ചെയ്യുക, അവിടുന്ന് അതിൻ്റെ മെയിലും ഫീമെയിലും കണ്ടിട്ട് നമുക്ക് അവിടുന്ന് ഒരു പപ്പീനെ എടുക്കുക. പിന്നെ പപ്പീനെ എടുക്കുമ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പപ്പീനെ നോക്കി എടുക്കുക. പിന്നെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് വാക്സിനേഷൻ കൊടുക്കുക. മറ്റേ മീറ്റൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് എല്ലാ മാസവും ഡീവേം ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി നിൽക്കും. ഇവർക്കങ്ങനെ വലിയ ഇതൊന്നും. ഇപ്പോൾ ഫീമെയിലിനാകുമ്പോൾ പ്രായമുണ്ട്, ഫീമെയിലിന് 3 വയസ്സുണ്ട്. ഇതിപ്പോൾ മെയിൽ പപ്പി എടുത്താണ് ഞാൻ. ഇതിപ്പോൾ 6 മാസം ആയിട്ടുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു 2019 പേരൊക്കെ വെച്ചിട്ടൊരു എയർവ്യൂ കെന്നൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. നേരത്തെ ഉണ്ടായിരുന്നു, അന്ന് പിന്നെ കെന്നലിൻ്റെ പേരും മറ്റുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു എയർവ്യൂ കെന്നൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ഈ മാസ്റ്റിഫ് ബ്രീഡുകളാണ്. കെയിൻ കോർസോ, ബുൾമാസ്റ്റീഫ്. നേരത്തെ കുറച്ച് മറ്റേ ബുള്ളി ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അപ്പോൾ ഞാൻ നിർത്തി. പിന്നെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ബ്രീഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇന്ത്യൻ ക്ലബ്ബ് അംഗീകരിച്ചിട്ടുള്ള ആ ഒരു ബ്രീഡ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ബുൾമാസ്റ്റീഫ് ഉണ്ട്, കെയിൻ കോർസോ ഉണ്ട്, പിന്നെ നേരത്തെ തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്ന ആംസ്റ്റാഫ് ഉണ്ട്. അതിപ്പോൾ ഞാൻ ബ്രീഡിംഗ് ഇല്ല, എൻ്റെ അടുത്തൊരു 8 മെയിലാണുള്ളത്. അതങ്ങനെ 13 വയസ്സ് തുടങ്ങി 6 മാസം വരെയുള്ള മെയിലുകൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. പിന്നെ ടോയ് ബ്രീഡുകൾക്ക് ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ജാക്ക് റസൽ ടെറിയർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡുണ്ട്.
പിന്നെ ഡാഷൗണ്ട് ഉണ്ട്, പിന്നെ അതല്ലാണ്ട് മിനിയേച്ചർ പിൻഷർ ഉണ്ട്, പിന്നെ യോർക്ക്ഷയർ ടെറിയർ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഈ ടോയ് ബ്രീഡുകളുടെ ശേഖരം ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പട്ടിയോട് നമ്മളുടെ കയ്യിലുള്ളതിന് നമ്മൾ പുറത്തുനിന്ന് എടുത്തു കൊടുക്കുക, വേറൊരു കെന്നലിൽ നിന്ന് എടുത്തു കൊടുക്കുകയൊന്നും ചെയ്യില്ല. നമ്മളുടെ കയ്യിലുള്ള ബ്രീഡുകൾ വേറെ ആർക്കെങ്കിലും താല്പര്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലത് നോക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്.